മുട്ടയും കുറച്ച് ചോറും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഈ മുട്ടച്ചോറ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ടും ഓഫീസിലേക്കുമൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ കറിയൊന്നും പ്രത്യേകിച്ച് വേണ്ടാത്ത ഈ മുട്ടച്ചോറ് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. മുട്ടച്ചോറ് ഉണ്ടാക്കാനായി ഞാനിവിടെ ബിരിയാണിയൊക്കെ വെക്കുന്ന കൈമ റൈസ് 2 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന ഏതരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഈ അരി ഇനി നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. അരിയൊക്കെ ഞാനിവിടെ നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഞാനിവിടെ അരി വേവിക്കാനുള്ള വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്കിനി മുഴുവൻ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 2 ഏലക്ക, ഒരു 3-4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, കുറച്ച് പെരിഞ്ജീരകം, ഇത്രയുമാണ് ഇപ്പോൾ വെള്ളത്തിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ അരി വേവിച്ചെടുക്കണമെന്നില്ല. തലേന്ന് ബാക്കിയായ ചോറ് ഉപയോഗിച്ചും മുട്ടച്ചോറ് ഉണ്ടാക്കാവുന്നതാണ്. ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമ്മൾക്കിത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്ത് പോവരുത്. 7-8 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി ഇത് വെന്ത് കിട്ടും. അതിനുശേഷം നമ്മൾക്കിത് വാർത്തെടുക്കാം. ഏകദേശം 8 മിനിറ്റ് കൊണ്ട് തന്നെ ചോറൊക്കെ നന്നായി എനിക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അധികം വെന്ത് പോവാതിരിക്കാനായി ഞാൻ ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ചേർക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്കിത് വെള്ളത്തിൽ നിന്നും കോരിയെടുക്കാം. ചോറൊക്കെ ഞാൻ ഇവിടെ ഒരു അരിപ്പയിലേക്ക് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന്റെ വെള്ളമൊക്കെ നന്നായി ഒന്ന് വാർന്നു പോവാനാണ് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് മുട്ടച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി മുട്ടച്ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങൾ നോക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായി നുറുക്കിയതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കൊത്തിയരിഞ്ഞതും എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കവും ഒക്കെ ചേർക്കാവുന്നതാണ്. ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളി ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചൂടായ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മുട്ടക്കൂട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കാതെ കുറച്ചൊരു വലിയ കഷ്ണങ്ങളാക്കി നമ്മൾക്കിത് ചിക്കി പൊരിച്ചെടുക്കാം. മുട്ട ഇവിടെ നന്നായി ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് നമ്മൾ നേരത്തെ കൊത്തി അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റി വേവിച്ചെടുക്കണം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആക്കണ്ട. ഏകദേശം നന്നായി ഒന്ന് വഴന്ന് വെന്ത് വന്നാൽ മതിയാവും. ഇപ്പോ പച്ചക്കറികളൊക്കെ ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, എല്ലാം ടീസ്പൂൺ ആണ്, ടേബിൾ സ്പൂൺ അല്ല. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും ടേസ്റ്റ് ആണ്. ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായി ഒന്ന് മാറ്റിയെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ആയിരിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നുറുക്കിയെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം.
ഇനി ഈ പച്ചക്കറിയിലേക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം. ചോറിന് നമ്മൾ നേരത്തെ ഉപ്പിട്ട് വേവിച്ചതാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി അടച്ചു വെച്ച് തക്കാളി വേവുന്നത് വരെ ഒരു 2-3 മിനിറ്റ് നമ്മൾക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കരുത്. 3 മിനിറ്റിന് ശേഷം നമ്മൾക്ക് മൂടി തുറന്നു നോക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്ത് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മസാലയിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ബിരിയാണി റൈസ് തന്നെ വേണമെന്നില്ല. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ചോറ് എടുത്താലും മതിയാവും. ഈ സമയത്തൊക്കെ തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. ഇനി നമ്മൾക്ക് ഈ മസാലയും ചോറുമൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചോറിലേക്ക് മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു പിടി മല്ലിയില ചെറുതായി ഒന്ന് നുറുക്കിയതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള മുട്ടച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ കൂടെ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. കുറച്ച് തൈര് സാലഡ് ഉണ്ടെങ്കിൽ അത് മാത്രം മതിയാവും. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിട്ടാൽ അവർക്ക് നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്യും. ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.